ഇതാ പുന്നമടയിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഓരോ വള്ളവും നീങ്ങുകയാണ്. ഒന്നാമത്തെ ഹീറ്റ്സ് മുതൽ നെഞ്ചിടിപ്പിന്റെ ഒരു ശബ്ദം നമുക്കത് ഇവിടെ വരെ കേൾക്കാൻ കഴിയും, അല്ലേ ഉണ്ണി സർ? എല്ലാ നിമിഷവും ആവേശമുണ്ടാക്കാൻ പോകുന്ന ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പാരമ്പര്യമുള്ള പല കുറി നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള വള്ളങ്ങൾ തന്നെയാണ് ജലരാജാക്കന്മാരെന്നാണ് നമ്മൾ അവരെ വിളിക്കുക. ഓരോ ചുണ്ടൻ വള്ളവും ഒരു ജലരാജാവാണ്. അത് ജവഹർ തായങ്കരി ആണെങ്കിലും കാരിച്ചാലാണെങ്കിലും വീയപുരമാണെങ്കിലും ആനാരിപ്പുത്തൻ ചുണ്ടനാണെങ്കിലും വലിയ ദിവാഞ്ചിയാണെങ്കിലും ചമ്പക്കുളമാണെങ്കിലും ശ്രീവിനായകനാണെങ്കിലും അങ്ങനെ ഏത് വള്ളം എടുത്താലും ഏത് ചുണ്ടൻ വള്ളം എടുത്താലും ഓരോ ചുണ്ടൻ വള്ളവും ഒരു ജലരാജാവാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ജലരാജാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്ന ദൃശ്യങ്ങൾക്കാണ് നമ്മൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നോക്കൂ, മാസ്റ്റിൽ എന്ന് പറയുന്നത് ഈ ജലരാജാക്കന്മാരെല്ലാം ഒന്നിച്ചു വന്ന് നിന്നുകൊണ്ട് ഈ പറയുന്ന ജനങ്ങളെ മുഴുവൻ അഭിവാദ്യം ചെയ്യുന്ന ചടങ്ങാണ്. മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്ത ശേഷം ഓരോ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, എത്ര സാവധാനത്തിലാണ് സുജയ, സമാധാനത്തോടുകൂടിയാണ്, വളരെ സാവധാനത്തിലാണ് അവർ തുഴഞ്ഞു പോകുന്നത്. പക്ഷേ തിരിച്ചുള്ള വരവുണ്ടല്ലോ, ആ വരവാണ് ഈ മലയാളികളെല്ലാം വരവായിരിക്കും ഉണ്ണി സാർ. ഒന്നൊന്നര വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തുഴത്താളത്തിനൊപ്പം തുഴ മുകളിലേക്കും താഴേക്കും വന്നു വീഴുന്നത് നമ്മളൊന്ന് കണ്ണിമ ചിമ്മുന്നതിനേക്കാൾ വേഗത്തിലായിരിക്കും എന്നുള്ളതാണ്. അത് ഒരേപോലെ ഒരേ താളത്തിൽ നോക്കൂ, എല്ലാം ജലത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആചാരനിഷ്ഠകളോടെ ഓരോ വള്ളവും ഒരുങ്ങുന്നത് എത്രയോ ദിവസത്തെ അങ്ങനെയുള്ള ഒരു കാത്തിരിപ്പിന്റെ ഒടുവിലാണ്. ഒരു കര മുഴുവൻ പ്രാർത്ഥനയോടെ തങ്ങളുടെ വള്ളം ഇറങ്ങുമ്പോൾ നീറ്റിലേക്ക് കണ്ണുനട്ട് കാത്തിരിക്കുന്നതാണ് ഈ ജലമേളയുടെ പ്രത്യേകത. ഓരോ കരക്കാരും പരസ്പരം പോരാടുന്ന ഒരു കുട്ടനാടൻ യുദ്ധമാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറഞ്ഞാലും അത് അധികമാവില്ല. കാരണം പലതരത്തിലുള്ള തിണകൾ, പലതരത്തിലുള്ള കരികൾ, പലതരത്തിലുള്ള ജനസമൂഹങ്ങൾ, അവരുടെയൊക്കെ ആവേശമായിട്ട് നടക്കുന്ന മത്സരമാണ് ഈ നെഹ്റു ട്രോഫി എന്ന് പറയുന്നത്. ചേന്നങ്കരി ആയാലും രാമങ്കരി ആയാലും മിത്രങ്കരി ആയാലും കാവാലമായാലും നെടുമുടി ആയാലും അങ്ങനെ ഓരോരോ കുട്ടനാട്ടിലെ ഓരോരോ പ്രദേശങ്ങൾക്കും ഓരോരോ കരകൾക്കും ഓരോ ചുണ്ടൻ വള്ളമുണ്ട്. ആ ചുണ്ടൻ വള്ളം എന്ന് പറയുന്നതാണ് ആ കരക്കാരുടെ അടയാളം. ആ ചുണ്ടൻ വള്ളം എന്ന് പറയുന്നതാണ് ആ കരക്കാരുടെ അഭിമാനം. ആ അഭിമാന പോരാട്ടമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പോരാട്ടത്തിലേക്ക് ജലവും തീയും തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ജലം ജയിക്കുമെന്നാണ്. തീവാറുന്ന പോരാട്ടവുമായി തുഴക്കാരെത്തുമ്പോൾ ജലം അതിനേക്കാൾ വേഗത്തിൽ ആ ചുണ്ടനെ തള്ളി നീക്കുന്നതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ചുണ്ടൻ വള്ളം ഒരു മിസൈൽ പോലെ ജലപ്പരപ്പിൽ കുതിച്ച് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നത് അത് ഏതാനും മില്ലി സെക്കൻഡുകളുടെ മാത്രം വ്യത്യാസത്തിലായിരിക്കും ഓരോ ഹീറ്റ്സിലും ഇത്തവണ വിജയികളെ നിർണ്ണയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇത്തവണ പകിട്ടും പാരമ്പര്യവുമുള്ള ടീമുകൾക്കാണോ അതോ പുതുതലമുറക്കാർക്കാണോ വിജയം എന്നുള്ളത് മലയാളികൾ മാത്രമല്ല ബംഗാളികളടക്കം അണിനിരക്കുന്ന ജലോത്സവമാണിത്. മലയാളികൾക്കപ്പുറം കരുത്തരായ മറുനാട്ടുകാരെ കൂടി തങ്ങളുടെ ടീമിന്റെ ഭാഗമാക്കിക്കൊണ്ടാണ് വിവിധ ബോട്ട് ക്ലബ്ബുകൾ ഇത്തവണ അരങ്ങിലേക്ക് ഇറങ്ങുന്നത്. ഒന്നാം നമ്പർ ഹീറ്റ്സ് തന്നെ പൊടിപാറുന്ന പോരാട്ടമായിരിക്കും. പായിപ്പാടൻ നമ്പർ 2 ആലപ്പാടൻ ആയാപറമ്പ് പാണ്ടി ആനാരി പുത്തൻ ചുണ്ടൻ ഇവർ 4 പേരും, അതായത് പായിപ്പാട് ബോട്ട് ക്ലബ്ബും സൗത്ത് പറവൂർ ബോട്ട് ക്ലബ്ബും മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബ്ബും ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലവും ഏറ്റുമുട്ടുന്ന ഒന്നാം നമ്പർ ഹീറ്റ്സ് മുതൽ തന്നെ തുടങ്ങും ഈ ഒരു ആവേശം. കൃത്യം 3 മണിക്കാണ് മത്സരങ്ങൾ തുടങ്ങേണ്ടത്. ഇപ്പോൾ 3 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുകയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന്റെ ആദ്യ വിസിൽ മുഴങ്ങുന്നതിനായി, അല്ലേ ഉണ്ണി സാർ? ഈ ജലപ്പരപ്പില് ഈ പറയുന്ന തീക്കുണ്ടം ഉയർത്തും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊക്കെ ആളുകൾ സംശയിക്കുമേ, ജലത്തിന്റെ അവിടെ തീ ഉണ്ടാവുമെന്ന്. നോക്കൂ, ജലത്തിലേക്ക് വന്നു വീഴുന്ന തുഴ അവിടെ തീ പടർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ആവേശത്തിൻ്റെ തീയാണ്, അത് ആത്മാർത്ഥതയുടെയും സ്നേഹത്തിൻ്റെയും തീയാണ്. അവിടെ മത്സരം മാത്രമല്ല നടക്കുന്നത്. ഞാനതാണ് പറഞ്ഞത്, കുട്ടനാട്ടിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തന്നെ ചരിത്രമാണ്, കേരളത്തിൻ്റെ നെല്ലറയാണ്, കേരളത്തിൻ്റെ മലയാളികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടനാടെന്ന് പറയുന്നത്. ആ കുട്ടനാട്ടിൽ പണിയെടുക്കുന്ന കർഷകരുടെ ദേശീയോത്സവം എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് ഈ ജലോത്സവം. ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി മത്സരം, ആ മത്സരത്തെ കേരളം ഒന്നാകെ നെഞ്ചേറ്റുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകായിരങ്ങളാണ് 5-ാം നമ്പർ ഹീറ്റ്സിൽ ഇറങ്ങുന്ന മേൽപ്പാടത്തിനായി നമുക്കായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ട്. KBCയും SFBC കുമരകവും ചേർത്തിറക്കുന്ന മേൽപ്പാടം ചുണ്ടൻ ഇറങ്ങുന്നത് 5-ാമത്തെ ഹീറ്റ്സിലാണ്. 5-ാമത്തെ ഹീറ്റ്സിൽ ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് 4 ഹീറ്റ്സുകളിലും 4 ചുണ്ടനുകളാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ 5-ാമത്തെ ഹീറ്റ്സിൽ 3 വള്ളങ്ങളാണ്. അതാണ് ഈ 19ന്റെ കണക്ക്. അപ്പോൾ 5-ാം നമ്പർ ഹീറ്റ്സിൽ വലിയ ദിവാഞ്ചിയോ മേൽപ്പാടമോ
അതോ കാരിച്ചാലോ? ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത് 1ാം ഹീറ്റ്സിലും 5ാം ഹീറ്റ്സിലുമാണ്. മറ്റു ഹീറ്റ്സുകളിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ലെങ്കിലും 5ാമത്തെ ഹീറ്റ്സിൽ കാരിച്ചാലും മേൽപ്പാടവും വലിയ ദിവാഞ്ചിയും ഏറ്റുമുട്ടുമ്പോൾ അത് അതുക്കും മേലെ നിൽക്കുന്ന ഒരു ഫൈനലായി മാറില്ലേ ഉണ്ണി സർ? ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന 2 വള്ളങ്ങളാണ് ഈ കുറി. കാരിച്ചാലും അതുപോലെ തന്നെ വിയ്യപുരവും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒട്ടേറെ തവണ നെഹ്റു ട്രോഫി ഉയർത്തിയ 2 വള്ളങ്ങളാണ് വിയ്യപുരവും അതുപോലെ തന്നെ കാരിച്ചാലും. നമുക്കറിയുന്നത് പോലെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അതേപോലെ തന്നെ UBC കൈനഗരി രണ്ടും ഒട്ടും മോശമല്ല എന്ന് മാത്രമല്ല 1ാം നമ്പർ ബോട്ട് ക്ലബ്ബുകളുമാണ്. ആ അർത്ഥത്തിൽ കാരിച്ചാലും വിയ്യപുരവും ചമ്പക്കുളവും നടുഭാഗവും വലിയ ദിവാഞ്ചിയും അങ്ങനെയുള്ള എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ആവേശത്തിന്റെ കൊടുങ്കാറ്റ് ഈ പുന്നമടക്കായൽ അല്പസമയത്തിനകം ഉയർത്തിവിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. അതിനായി തിങ്ങി നിറഞ്ഞ് കാഴ്ചക്കാരെല്ലാം കുട്ടനാടിന്റെ 2 കരകളിലുമായി പുന്നമടക്കായലിന്റെ 2 കരകളിലുമായി തടിച്ചുകൂടി നിൽക്കുകയാണ്. കാലാവസ്ഥയും അനുകൂലമാണ്, അവസരമെല്ലാം അനുകൂലമാണ്. ഇപ്പോൾ നോക്കൂ, സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. വള്ളങ്ങളെല്ലാം വളരെ ലാസ്യതയോടുകൂടി ചെറിയൊരു ആലസ്യത്തോടുകൂടിയാണ് ഈ പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള ഒരു കുതിരയോട്ടമായിരിക്കും, ഒരു കുതിച്ചുപായലായിരിക്കും ഇനി അല്പസമയത്തിനുള്ളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത്തവണ ആ അശ്വമേധത്തിൽ ആരായിരിക്കും ഇത്തവണ ആ ഒരു വിജയ മൊമെന്റിലേക്ക് എത്തുക, ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആദ്യം കുതിച്ചെത്തുക? അംഗത്തിനിറങ്ങുമ്പോൾ അംഗത്തിൽ ആരാണ് ആദ്യം തലവെട്ടുക എന്നാണെങ്കിൽ ഇവിടുത്തെ ഈ ജല അംഗത്തിൽ തലവെട്ടലല്ല, ആ കുതിര, ആ ഒരു പടക്കുതിരയെ പോലെ പായുന്ന ചുണ്ടൻ ആദ്യമെത്തി അവിടെ ജലത്തിലൂടെ തന്നെ ഒരു മിന്നൽ പോലെ, മിന്നൽ പിണറായി അങ്ങേയറ്റം പിടിക്കണം. അങ്ങേയറ്റം പിടിക്കാൻ അതാ ബോച്ചയെ നമ്മൾ കാണുന്നുണ്ടല്ലേ? അതെ അതെ അതെ. അങ്ങനെ നോക്കൂ, ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുട്ടനാടിന്റെ പ്രകൃതി ഭംഗിയാണ്, ഈ കുട്ടനാടിന്റെ പ്രകൃതി രമണീയത. നോക്കൂ, ആ കാഴ്ച നോക്കൂ, എത്ര മനോഹരമായ ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പച്ചപ്പ് കണ്ടോ, ആ പ്രകൃതി രമണീയത കണ്ടോ, ആ മനോഹരമായിട്ടുള്ള പ്രദേശത്ത് ആ കായലിലൂടെ അല്പസമയത്തിനകം തീപാറും പോരാട്ടം നടക്കുമ്പോൾ അതെത്ര വലിയ ദൃശ്യവിരുന്നാണ് നമുക്ക് കാഴ്ചവെക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതിനായിട്ടാണ് ഓരോ മലയാളിയും ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനിന് മുന്നിലിരിക്കുന്നത്. അത് കാണുവാൻ വേണ്ടിയാണ് 10,000ങ്ങൾ നേരിട്ട് പുന്നമടക്കായലിന്റെ ഇരുപുറത്തും തടിച്ചുകൂടിയിരിക്കുന്നത്. എത്ര മനോഹരമായ ഒരു ആകാശ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ആ കരയിലെ ആ മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഓരോ മലയാളിയും കഴിക്കുന്ന നെല്ല്, അരി എന്ന കാര്യം നമ്മൾ മറക്കരുത്. കുട്ടനാട്ടിലെ കൃഷിഭൂമികളിൽ പണിയെടുത്ത തൊഴിലാളികളാണ് കേരളത്തിന്റെ ചരിത്രത്തെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മറക്കരുത്. ആ കുട്ടനാട്ടിലെ കർഷകരുടെ ആശയും ആവേശവുമായിട്ടുള്ള ആ തൊഴിലാളി വർഗത്തിന്റെ ഒരു മഹാമത്സരമാണ് നടക്കുന്നത്. മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യർ ഒന്നു ചേർന്ന് ഒരു മനോഹരമായ ദൃശ്യം മലയാളികൾക്ക് കാഴ്ചവെക്കാൻ പോവുകയാണ്. ആ ദൃശ്യമൊന്ന് നോക്കൂ, നിങ്ങൾ കണ്ടു നോക്കൂ, ആ ആകാശ ദൃശ്യം, അതിന്റെ മനോഹാരിത. കുട്ടനാട്ടിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള എല്ലാവർക്കും കൺകുളിർക്ക കാണാൻ കഴിയുന്ന അതിമനോഹരമായ ഈ ദൃശ്യത്തിന്റെ ചാരുത, ആ ചാരുത കണ്ണുകളിലേക്ക് ഒപ്പിയെടുക്കുക. ഇത് നോക്കൂ, അതിന്റെ ആവേശത്തിന്റെയും ആ ഓളപ്പരപ്പിലൂടെ കടന്നു പോകുന്ന വള്ളങ്ങൾ നോക്കൂ, ആ വള്ളക്കാരുടെ ആവേശം നോക്കൂ. ആ ആവേശത്തിന്റെ 100 ഇരട്ടി ആവേശത്തിലായിരിക്കും പ്രിയ പ്രേക്ഷകരെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള അശ്വമേധം. അതുകൊണ്ട് ഒരു മഹാസമുദ്ര യുദ്ധത്തിന്, ഒരു ജലയുദ്ധത്തിന് നമ്മളിതാ കാഴ്ചക്കാരാകാൻ പോകുന്നു. ആർക്കും പരിക്കേൽക്കാത്ത യുദ്ധം, ഒന്നിലധികം വിജയികൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ കാത്തിരിക്കുന്ന യുദ്ധം. പരിക്കേൽക്കാതെ, ചോര ചിന്താതെ ജലോപരിതലത്തിലൂടെ കീറിമുറിച്ചു പായുന്ന ചീറ്റപ്പുലികളെ പോലെ അവർ തിരിച്ചു വരും. ഇപ്പോൾ മാൻപേടകളെ പോലെ കുടുങ്ങിയാണ് പോകുന്നത് ആ വള്ളങ്ങളെങ്കിൽ തിരിച്ചു വരുന്നത് ചീറ്റപ്പുലിയുടെ ശൗര്യത്തോടു കൂടി കുതിച്ചു പാഞ്ഞായിരിക്കും. ആ കുതിച്ചുപായലിന്റെ ഒടുവിൽ ജലോപരിതലത്തിലൂടെ ആ ചീറി വന്നുള്ള നിൽപ്പിൽ ആദ്യമെത്തുന്നത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ നമ്മളിതാ കാത്തിരിക്കുകയാണ്. ടെലിവിഷൻ സ്ക്രീനിലേക്ക് കണ്ണുനട്ട് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഇപ്പോൾ വളരെ നിശബ്ദമായി കിടക്കുന്ന ആ ജലോപരിതലം ഇനി തിളച്ചു പറയാൻ പോവുകയാണ്.